നമസ്കാരം. കൊച്ചിക്കാർ വളരെ സന്തോഷത്തിലാണ്. അതിനേക്കാൾ ഉപരി കൊച്ചി രൂപതക്കാർ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവർക്ക് പുതിയൊരു മെത്രാനെ ലഭിച്ചിരിക്കുകയാണ് നീണ്ട കാത്തിരിപ്പിന് ശേഷം. എന്നാൽ ഇവരെക്കാളൊക്കെ ഏറെ സന്തോഷത്തിലായിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് കൊച്ചിയിലെ കാട്ടിപ്പറമ്പിൽ കുടുംബാംഗങ്ങളാണ്. കാരണം അവരുടെ സ്വന്തം ചേട്ടൻ, സ്വന്തം അനിയൻ, അങ്കിള് ഒക്കെയായ ആൻ്റണി കാട്ടിപ്പറമ്പിലച്ചൻ ഇന്ന് കൊച്ചിയുടെ മെത്രാനായി നിയുക്തനായിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് കാട്ടിപ്പറമ്പിൽ കുടുംബത്തോടൊപ്പമുണ്ട്. പിതാവിൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളുമെല്ലാം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനായിട്ട്. ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടുത്തണം. നമ്മുടെ ബിഷപ്പിൻ്റെ മൂത്തയേട്ടൻ, എൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളിൽ മൂത്ത സഹോദരി ആനി, അതിൻ്റെ ഇളയ സഹോദരി തങ്കമ്മ, അതിൻ്റെ ഇളയ സഹോദരി എൽസി. ഇത് ബിഷപ്പിൻ്റെ മൂത്തത് റീത്താമ്മ. ഞാൻ 4മത്താണ്. എൻ്റെ നേരെ ഇളയത് എൻ്റെ അനിയൻ കുഞ്ഞപ്പൻ. അങ്ങനെ ഞങ്ങൾ 3 ആണും 4 പെണ്ണുമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ 7 മക്കളായിട്ടുള്ളത്. ഞാൻ ഒരു ബിൽഡിംഗ് വർക്കറായിരുന്നു. അപ്പോൾ ബിൽഡിംഗ് വർക്കൊക്കെ നിർത്തി നമുക്ക് ശാരീരിക സുഖം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് കുഞ്ഞപ്പൻ. ഞാൻ ഇവിടെ ബിഷപ്പിൻ്റെ നേരെ മൂത്ത ആണ്. ബിഷപ്പ് ഏറ്റവും ഇളയത്. എൻ്റെ മൂത്തത് ഒരു പെണ്ണ്, അതിൻ്റെ മൂത്ത ഞാൻ. എൻ്റെ ഭാര്യ മിനി, പിന്നെ എൻ്റെ മകള് ഇവിടെ വന്നിട്ടുണ്ട്, മകളുണ്ട്. മകളുടെ ഭർത്താവ് റിങ്സൻ, 2 പിള്ളേർ, 2 പെൺമക്കൾ. എൻ്റെ പേര് ആനി. എൻ്റെ ഈ അംഗങ്ങളുടെ മൂത്ത സഹോദരിയാണ്. എൻ്റെ പേര് തങ്കമ്മ. ഞാൻ 2മത്തെ മകളാണ്. എൻ്റെ പേര് എൽസി, 3മത്തെ ചേച്ചി. എൻ്റെ പേര് റീത്ത ജേക്കബ്. ഞാൻ പിതാവിൻ്റെ നേരെ മൂത്തതാണ്, ഹൗസ് വൈഫാണ്. എൻ്റെ പേര് മോളി. ഞാൻ പിതാവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. എൻ്റെ പേര് മിനി. ഞാൻ പിതാവിൻ്റെ 2മത്തെ ചേട്ടൻ്റെ ഭാര്യയാണ്, ഹൗസ് വൈഫ്. എൻ്റെ പേര് ജോമോൻ. ഞാൻ ബിഷപ്പിൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനാണ്. ഞങ്ങൾ 3 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയാളാണ് ഞാൻ. എൻ്റെ പേര് രേഷ്മ. ഞാൻ ബിഷപ്പിൻ്റെ 2മത്തെ ചേട്ടൻ്റെ മകളാണ്. ഞങ്ങൾ 2 മക്കളാണ്. ഇളയാൾ റിനോ, അയാൾ ജർമ്മനിയിലാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് റിൻസൻ, ഞങ്ങളുടെ 2 മക്കൾ. അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന പിതാവിൻ്റെ കുടുംബമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഇവരോട് ചോദിക്കാം പിതാവിനെക്കുറിച്ചും ഇവരുടെ കുടുംബത്തെക്കുറിച്ചുമല്ല. ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചോട്ടെ. എനിക്കൊന്ന് സഹോദരനോടാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. മൂത്ത ചേച്ചി എല്ലാവരും ഉണ്ടല്ലോ, എന്തായിരുന്നു പിതാവായിട്ട് നിങ്ങളുടെ കൊച്ചനിയനെ ഇങ്ങനെ എലക്ട് ചെയ്തപ്പോൾ, അത് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ആദ്യം മനസ്സിലൂടെ കടന്നുപോയത്? ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 3 പേര് ഇല്ല. അപ്പച്ചനില്ല, അമ്മച്ചില്ല, എൻ്റെ മൈക്കിളൂട്ടിയില്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അവർ മാത്രം ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ബാക്കി ഞങ്ങൾ 65 പേരുണ്ട്. പക്ഷേ ഏറ്റവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാണ് ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ അപ്പച്ചി ചെറുപ്പത്തിൽ പറയുമായിരുന്നു, അപ്പച്ചി ആരോടെങ്കിലും വഴക്കിട്ടുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറിൽ അപ്പച്ചി അവരോട് പോയി മുണ്ടിയിരിക്കും. ഹൃദയത്തിലെ വിശുദ്ധിയോടുകൂടി ജീവിച്ച അപ്പിച്ചിറ മക്കളാണ് ഞങ്ങൾ. അതിൻ്റെ പേരിൽ തന്നെ ആ വിശുദ്ധിയിൽ ഞങ്ങൾക്ക് അധികം സമ്പാദ്യമോ പണമൊന്നും സമ്പാദിച്ചില്ലെങ്കിൽ ശരി, മനസ്സിൻ്റെ ഹൃദയശുദ്ധിയോടുകൂടി ഞങ്ങളുടെ അപ്പച്ചി ഞങ്ങളെ എല്ലാ കാര്യവും പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. മക്കളെ, നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഒരിക്കലും വെച്ചേക്കരുത്. അതുപോലെ അപ്പച്ചി ജപമാല എടുക്കുമായിരുന്നു. എപ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു. അമ്മച്ചി അടുക്കളയിൽ പണിയായിരിക്കും എങ്കിൽ ശരി, അപ്പച്ചി ജപമാല ചൊല്ലി മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ചെറുപ്പം മുതലേ. അത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു. കാരണം ഞങ്ങൾ പോലും അറിയാതെ തന്നെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഈശ്വരൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് വളർന്നത്. പിന്നെ
16 വയസ്സായപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടുകൂടി തല്ലിക്കളിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. ഞങ്ങൾ ജീവിച്ചു പോകുന്ന സമയത്ത് 18 വയസ്സിൽ എനിക്ക് കല്യാണക്കാരെ ആലോചിച്ച് വരികയാണ്. അപ്പം ഞാൻ അപ്പച്ചിയോട് പറഞ്ഞു, അപ്പച്ചി എന്തിനാണ് ഞങ്ങൾ എന്നെ ഇപ്പോഴേ കെട്ടിച്ചു? അപ്പോൾ അപ്പച്ചി പറയണേ, അപ്പച്ചി ഒന്നും മുണ്ടിയില്ല കുറച്ച് നേരത്തേക്ക്. കുറേ കഴിഞ്ഞപ്പോൾ അപ്പച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നീ അങ്ങനെ വിഷമിക്കരുത്, കാരണം നിങ്ങൾ മൂത്തത് 3 പെൺമക്കളാണ്. അപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ കൈ പിടിപ്പിച്ച് പോകുമ്പോഴേ എനിക്ക് ഒരു മനസ്സമാധാനം പോരായിട്ട് നിൻ്റെ ആങ്ങള 4ാമത്തത് 5ാം ക്ലാസ്സിൽ പഠിക്കണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ സമ്മതിച്ച്. അപ്പോൾ എൻ്റെ വിവാഹത്തിന് ഈ ആൻ്റണി ഫാദറിന്, അതായത് നമ്മുടെ പിതാവാകാൻ പോകുന്ന ഈ അച്ഛന് 1 വയസ്സ് പ്രായമേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 18 വയസ്സിൽ കല്യാണം കഴിച്ച് വിട്ട്. പിന്നെ എനിക്കെടുത്ത ഒരു സംഭവം അറിയാൻ പാടില്ല, കാരണം കുമ്പളങ്ങിലാണ്ട് കെട്ടിച്ചു വിട്ടാൽ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനൊന്നും പറ്റില്ല. അവിടെ ഉള്ളത് പ്രായമായ അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. അവരെയൊക്കെ നോക്കണ രീതിയിലായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും വീട്ടിൽ വരാറില്ല. വന്നാൽ തന്നെ അപ്പം തന്നെ പോകും. അത്രേ എനിക്കറിയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ല 2ാമത്തെ ചേച്ചിയാണെന്ന്. എനിക്ക് അയാളെ കൊണ്ടുള്ള അനുഭവം, ഞാൻ ഇതുപോലെ തന്നെ അയാൾക്ക് 2.5 വയസ്സുള്ളപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. അത് കഴിഞ്ഞ് പിന്നെ അയാളെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയാൻ പറ്റില്ല. അനിയത്തിമാർക്കാണ്. എങ്കിലും അയാൾ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ് എനിക്ക് അച്ഛനാകണമെന്ന്. അപ്പോൾ എല്ലാവരും സമ്മതിച്ച് അയാൾക്കിട്ട് ഇഷ്ടമല്ലേ, ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അവന് 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് കഴിച്ച് ഇപ്പോൾ അയാൾക്ക് സെമിനാരി പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അയാളെ സെമിനാരി കൊണ്ടാക്കി. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് ലീവിനൊക്കെ വരുമ്പോൾ അയാൾ പിള്ളേരുടെ ആ ഒരു കുസൃതി കൊണ്ടിട്ട് അയാൾക്ക് ചെറിയൊരു മടിയൊക്കെ വലിയ തോന്നി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ 2ാമതും വന്ന്. അത് കഴിഞ്ഞപ്പോഴും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്താണ് ഇങ്ങനെ പറയണത്? മോനെ ഇഷ്ടപ്പെട്ട് പോയതല്ലേ, പിന്നെ മോനെ എന്തിനാ ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് നോക്കി വായിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറയേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി. 3ാമതും അയാൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവ്, കുരീത്തറ പിതാവ് ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങളത് പൂർത്തിയാക്കി എടുക്കണം, അതാണ് നിങ്ങളുടെ കഴിവ്. 3 പേര് പോണേ. അപ്പോൾ പറഞ്ഞ് ശരിയെന്നും പറഞ്ഞിട്ട് അമ്മച്ചനെയും പറഞ്ഞ് മനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞാണ് അയച്ചത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പോയാൽ ശരിയാവില്ല, അതുകൊണ്ടിട്ട് ഞാൻ പോണില്ല. അപ്പോൾ അപ്പച്ചി പറഞ്ഞു അത് ശരിയാവില്ല, പറഞ്ഞിട്ടൊക്കെ പോന്നേക്കണേന്ന്, പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് 1ാമത്തെ സെമിനാരി പോയേക്കണേന്ന്, ഇപ്പോൾ ഇതേ പോണില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അവർ ഓർക്കില്ലേ എന്താണ് ഇങ്ങനെ കാണിക്കണമെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് സമ്മതിക്കില്ല. കരച്ചിലായി. എല്ലാവർക്കും വിഷമമായി. കുഞ്ഞോന് വിഷമമായി, ജോസിക്ക് അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ വിഷമമായി. അവസാനം അവർ തീരുമാനിച്ച് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നാൽ പോകണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി, വീട്ടിൽ പ്രശ്നമാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു വീട്ടിൽ. അതെ കാര്യമെല്ലാം കൊള്ളാം, താൻ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട, ഈ ചേട്ടന്മാർ വരെയും സമ്മതിച്ചു. എങ്ങനെയാണ് അപ്പച്ചൻ അമ്മച്ചി സമ്മതിച്ചിട്ട് തൻ്റെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. ശരി, ഉപദേശം കേൾക്കണ്ട. പക്ഷേ 2 പ്രാവശ്യം പോയപ്പോൾ താൻ ബൈബിളെടുത്ത് നമ്മൾ വായിച്ചിട്ടല്ലേ അഴിച്ചത്. പിന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് എന്താണ് ഈശോ പറയണമെന്ന് നോക്കാം എന്നും പറഞ്ഞ് ബൈബിളെടുത്ത് കൊടുത്ത് അങ്ങനെ അതെടുത്ത് വായിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ഞാനപ്പോൾ ചായ വെക്കാൻ വേണ്ടി അടുക്കളയായിട്ട് പോയി. ഒക്കെ തന്നെ ഇയാളെന്താ പറയാൻ പോണെന്ന് ഓർത്ത് എനിക്ക് വിഷമമായിരുന്നു. ഞാനങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് ഗ്ലാസ് കഴുകി തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിച്ചും പറഞ്ഞ് തലപൊക്കിക്ക് ആ കയ്യങ്ങൾ തന്നേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൈ മേടിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് പിന്നെ ആരായി എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ മാർപ്പാപ്പ, ശരി ഓക്കെ, എന്നാലേ ഞാൻ പോണേന്ന് പറയും. എനിക്ക് അതേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ദൈവമേ 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞ് തൻ്റെ ഉപദേശം എനിക്ക് ആക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിഷമിച്ച്. പക്ഷേ ചായ എടുത്തിട്ട് കുടിക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ തന്നെ ആൾ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇത് വചനഭാഗം കിട്ടിയ അത് ഇതാണ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ്, അതാണ് കിട്ടിയത്. ആദ്യത്തേത് കിട്ടിയത് പിന്നെ ഇങ്ങനെ തളർന്നു പോകരുത്, ശക്തി ആർജിക്കണം എന്നൊക്കെ വചനമൊന്നും വായിച്ച് എൻ്റെ അധ്യായമൊക്കെ ഒന്നും അറിയാൻ പാടില്ലല്ലോ. അതായിരുന്നു കിട്ടിയത്. അതെനിക്ക് ഓർമ്മയുണ്ട്. 3ാമത്തത് ഒട്ടും ഓർമ്മയില്ല, എടുത്തെങ്കിലും അതാണ് ഞാൻ ഓർക്കണില്ല. പക്ഷേ ഇത് കിട്ടി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നി. പക്ഷേ ഞാൻ ആ ഒരൊറ്റ വചനം ഇന്ന് വരെ ഇയാൾ മെത്രാനാകും എന്നുള്ള ആ ഉറപ്പിൽ തന്നെ എൻ്റെ മനസ്സ് ഇരിക്കണമായിരുന്നു. ലാസ്റ്റ് ഇയാളാകും എന്നുള്ളത് മനസ്സിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചാൽ എടുക്കണതല്ലല്ല,
3 പേരെ എടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ആരാണെന്നില്ല, ഈശോയ്ക്ക് ഇഷ്ടമുള്ള ആരാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രൂപതയിൽ ഒരു മെത്രാൻ വേണം. അത് ഞാൻ കുറവിലങ്ങാട് ഒരു പ്രാർത്ഥന ഉണ്ടായി. അവിടെ പോയപ്പോൾ ഞാൻ അച്ഛനെ കണ്ട് തലക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിക്കോളാന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം കേട്ടത് ഇയാൾ പിന്നെ പിതാവായി നേട്ട് ഞാനും എൻ്റെ മകനും കൂടിയാണ് അവിടെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു എടാ ഇത് കണ്ട ഇങ്ങനെ പറയണല്ലോ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയണമെന്ന് ചോദിച്ചു. വേണ്ട, സാക്ഷ്യം പറയുന്നു വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇളക്കി. അപ്പം ഞാൻ പറഞ്ഞ എന്താണ്, എനിക്ക് എന്നെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരു സ്നേഹം എന്ന് പറഞ്ഞാലേ മോനെ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് അത്രയും ഞങ്ങളെ സ്നേഹിച്ചതാണ് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി, ജീവനെ പോലെ. ഞങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ആസ്പത്രിയിൽ പോയാലും ഞങ്ങളോട് കൂടെ വന്ന് ആ ആസ്പത്രിയുടെ വരാന്തേ കിടക്കും എൻ്റെ അപ്പനും. അമ്മച്ചി ആസ്പത്രിയിൽ പോയാൽ അപ്പച്ചനടുത്ത് ഇതിൽ കിടക്കും. ഞങ്ങളെ 7 മക്കളെ ഹൃദയത്തിലില്ലേ വളരെയധികം ദൈവസ്നേഹത്തിൽ വളർത്തിയാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോഴും ആ സ്നേഹം ഞങ്ങൾ എപ്പോഴും ആ കാര്യം പറയുള്ളൂ. ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം ഞങ്ങൾ പറയുള്ളൂ. അവരൊക്കെ മറക്കാൻ പറ്റില്ല. ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉള്ള പോലെ ഞങ്ങൾക്ക് ഇപ്പോഴും. അതുപോലെ അച്ഛനൊരു പുന്നാരക്കാരനായിരുന്നു. അച്ഛനെ എല്ലാവരും പുന്നാരിച്ച് ചെറുപ്പത്തിൽ തുടങ്ങി അയാൾ ഭക്ഷണം കഴിക്കുമ്പോഴും അയാൾ കളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അയാളെ പുന്നാരിപ്പിക്കലായിരുന്നു. അപ്പോൾ ആ പുന്നാര അയാൾക്ക് കൂടുതലുണ്ടായി. സെമിനാരിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വലിയ കാട്ടിയാണല്ല, എന്നാലും അമ്മച്ചി കിടന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചനെ കൂടി കെട്ടിപ്പിടിച്ച് കിടക്കണ സ്വഭാവമായിരുന്നു. ആ ചെറിയ സ്വഭാവം കാലെടുത്ത് ഞാത്തി വെച്ച് കിടക്കാൻ വലിയ കട്ട കാള പോലെ. എന്നിട്ട് അമ്മച്ചനെ നേരത്തെ കയറി കിടക്കും. അമ്മച്ചിക്ക് വെള്ളം കൊണ്ടുകൊണ്ടല്ല, കൈ ഇങ്ങനെ എത്തിയാൽ എത്തൂല, വണ്ണം വെള്ളം കൊണ്ടിട്ട് വയറിങ്ങനെ എത്തൂല, എന്നാലും കയറി കിടക്കും അമ്മച്ചിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ അങ്ങനെ വളർന്ന മക്കളാണ്. അതിനിപ്പോൾ പിതാവായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങളുടെ മനസ്സിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെയാകും എന്നുള്ള. എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന ആളാണ് പിതാവ്. ചെറുപ്പം മുതലേ എൻ്റെ ദുഃഖങ്ങൾ അറിഞ്ഞ് വളർന്നതായതുകൊണ്ട് എൻ്റെ മക്കൾ വളർന്ന് അവർ എപ്പോഴും എൻ്റെ മക്കളെ കുറേ പരിപാലിച്ചിട്ടുണ്ട്. ആ മക്കളെ കൂടെ കൊണ്ട് നടക്കുകയും പള്ളിയിൽ പോകുമ്പോഴും എൻ്റെ മക്കൾ കൂടുതൽ നിന്നേക്കണത് ഇവിടെയാണ്. അങ്ങനെ അവരെ എപ്പോഴും നോക്കുമായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പിതാവിനെ ദൈവം നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട്, ഒരു മെത്രാനാക്കണമെന്നും ദൈവം നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ദൈവം വളരെയധികം ക്രമീകരിച്ച്, എന്നുവെച്ചാൽ പരസ്പരം തെറ്റുകൾ ക്ഷമിക്കാനും പരസ്പരം സഹായിക്കുവാനും പരസ്പരം എല്ലാവരും ഒന്നായി നിന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ദൈവം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കി. ആ ഒരു നല്ല അപ്പൻ്റെ അമ്മയുടെയും മക്കളായി വളരാൻ ഇങ്ങനെ ഒരു മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തന്നതിന് ദൈവത്തിന് നന്ദി. പിന്നെ ഈ സഹോദരൻ, ഈ പിതാവിൻ്റെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി അച്ഛനാകാൻ പോയ ആളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ അന്നൊക്കെ ഒന്നും ഫോണില്ല. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന്, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അടുത്ത വീട്ടിലാണ് ഫോൺ വന്നത്. അപ്പച്ചനും അമ്മച്ചനെയും പയപ്പയ നടത്തി ഞാൻ ആ വീട്ടിൽ കൊണ്ടുചെന്ന് ഫോൺ വിളിച്ച്. അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞ് എന്നോട് ചോദിച്ച് അവളെ പഠിപ്പിക്കാനാക്കി. എൻ്റെ മൂത്ത മകളെ, എനിക്ക് 2 മക്കളാണ്, മൂത്ത മകളെ പഠിപ്പിക്കാനാക്കിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ആക്കി. അന്ന് ഞാൻ ആ കൊച്ചിനെ NTTC പഠിക്കാനാണ് ആലുവയിലാക്കിയത്. അപ്പോൾ ഞാനാക്കി. പൈസ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല ഈ പ്രാവശ്യം, എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കും, അവളെ ഞാനത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, താൻ പിന്നെ വരാപ്പുഴ രൂപതയിൽ ഒരു അച്ഛനുണ്ട്, ആ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, പഠിക്കാൻ പോയേക്കണ കൊച്ചിങ്ങനെ പറഞ്ഞാൽ എനിക്ക് പൈസ തരാനെങ്ങാനും വല്ലതും ബുദ്ധിമുട്ടെങ്ങാനും വിചാരിച്ചാലാന്ന് ഓർത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു ഇല്ലടോ, പിതാവ് പറഞ്ഞിട്ടാണ് തന്നോട് ചെല്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ പൈസ കൊണ്ടുവന്ന് കൊച്ചിനെ പഠിക്കാൻ കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് അതിന് കഴിഞ്ഞ് ഇതുങ്ങൾ വളർന്ന് വിവാഹപ്രായമായി കല്യാണം നടക്കാൻ പോയി. പക്ഷേ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച പൈസകളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഇയാളെല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞ് ഈ ചേച്ചിക്ക് വന്നിരിക്കുന്ന ഒരു ഇത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി സഹായിച്ച് ഈ കാര്യം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവം ഒരുക്കി സഹോദരങ്ങൾ തമ്മിൽ ഒന്നായി എങ്ങനെയാണ് ഓരോ കാര്യം വന്നാൽ നടത്തേണ്ടത് എന്നുള്ള ഒരിത് ഞങ്ങളെ ദൈവം പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ
എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ എല്ലാവരും കൂടി അങ്ങനെ കെട്ടിച്ച്. അങ്ങനെ ഞങ്ങളുടെ അപ്പനും അമ്മയും ആസ്പത്രി കിടന്നാലും ഞങ്ങൾ ഓരോരുത്തരും നിന്ന് അവരെ നോക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞങ്ങളെയാണ് നിങ്ങളുടെ എല്ലാ പൈസയൊക്കെ കൊടുത്ത് അവൻ നോക്കുമായിരുന്നു. ഞങ്ങൾ അപ്പനും അമ്മനെ നോക്കും. അങ്ങനെ ഞങ്ങൾ ആ ഐക്യം ദൈവം ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഞങ്ങളൊരു ഐക്യമുള്ളവരായി വളർന്നു. പിന്നെ ഒരാൾ ഒരു പെര വെച്ചാൽ പറയും ദേ നമുക്കെല്ലാവർക്കും കൂടെ നിന്ന് ആ പെര പണി പൂർത്തിയാക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഓർക്കണേ, ഞങ്ങളുടെ അടുത്തൊക്കെ പെര വിളിച്ചപ്പോൾ എന്തോരം ദിവസമാണ് എടുക്കണം. ഒരു ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നിരന്ന് നിന്ന് അതങ്ങോട്ട് പൊളിച്ച് കൊണ്ട് ഒരു അരികിലങ്ങോട്ട് വെക്കണേ. എല്ലാവരും നിരന്നങ്ങാട് നിന്ന് ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ച് തീരണേ. ഒരാളുടെ രണ്ടാളുടെ പെരയല്ല, ഞങ്ങളെല്ലാവരും പെര വെച്ച് അങ്ങനെ പഴയ പെരകളെല്ലാം പൊളിച്ച് വെച്ച് ഒറ്റ ഇതിന്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു ഐക്യ മനസ്സും ഒരു ഇതും തന്നു. പിന്നെ ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ പ്രയാസത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്ത് ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കണേയിരിക്കും. ആ സമയത്ത് ദൈവദൂതനെ പോലെ വന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാറുണ്ട് ഈ പിതാവ്. ഞങ്ങൾ 7 മക്കളിൽ ചേച്ചിമാരുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ 4 പേരാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ 3 ചേട്ടന്മാരുമായിട്ട്. എൻ്റെ ഇളയതാണ് പിതാവ്. അപ്പം ഞങ്ങളങ്ങനെ തല്ലുപിടിച്ചും ഒക്കെ അങ്ങനെയാണൊക്കെ ഞങ്ങൾ വളർന്നു. 1986 എൻ്റെ കല്യാണം. എൻ്റെ കല്യാണത്തിന് ശേഷം പിറ്റേ വർഷമാണ് പിതാവ് അച്ഛനാകാനായിട്ട് സെമിനാരിയിൽ പോകുന്നത്. അന്നൊക്കെ കളിക്കണ പ്രായമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ സന്തോഷത്തോടെ തന്നെയൊക്കെ പോയി. പിന്നെ ഞങ്ങളങ്ങനെ ഓരോരുത്തരോരോ കുടുംബജീവിതമൊക്കെ നയിച്ച് അങ്ങനെ പോകുന്നു. പിന്നെ പറയാനാണെങ്കിൽ തല്ലിപിടുത്തം നല്ലോണം ഞങ്ങൾ രണ്ടും തല്ലിപിടിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു പിതാവ് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തൊക്കെ? കുട്ടിക്കാലത്ത് നല്ല തല്ലിപിടുത്തം ഞങ്ങൾ തമ്മിൽ തല്ലിപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങണത് ഇഷ്ടമല്ല, പകലിങ്ങനെ കിടന്ന് ഉറങ്ങണത് ഇഷ്ടമല്ല. അപ്പം ഞാനോ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും കാര്യം എന്നെ ഉണർത്തും. അവർ വന്നേക്കണ ഇവരെ നീ എഴുന്നേക്കും റിത്തമ്മ എഴുന്നേക്ക്. ഞാൻ പറഞ്ഞില്ല ഞാൻ എഴുന്നേക്കുള്ളൂ, ഞാനിപ്പോൾ എഴുന്നേക്കൂലെന്ന് പറയും. അങ്ങനെ തല്ലിപിടിച്ച് പ്രാവശ്യം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഉറങ്ങി വന്നപ്പോൾ വെറുതെ വന്ന് നോണ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ മാന്തിങ്ങനെ വെച്ച് കൊടുത്ത്. അപ്പോൾ ആൾക്ക് ഇവിടത്തോളം അങ്ങോട്ട് കീറിപ്പോയി. അപ്പോൾ അപ്പച്ചൻ വന്നാൽ പറഞ്ഞു കൊടുത്ത്. അപ്പച്ചൻ പറഞ്ഞു നല്ല പിണക്കം കിട്ടും, തല്ലൂല്ല എപ്പോഴും, പക്ഷെ പിണങ്ങിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തല്ലി പിടിച്ചിട്ടുണ്ട്. ചേട്ടന്മാർക്ക് കൂടെ നല്ല ഇടി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ 4 പേരും കിട്ടി. ഇവരായിട്ട് ഭയങ്കര നല്ല ഇതൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് സെമിനാരിൽ പോണ ആൾ. പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനൊക്കെ ആയി. വളരെ സന്തോഷം. എന്നുവെച്ചാൽ എല്ലാ കാര്യം ചേച്ചിമാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നന്നായിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്യും. ഈ പിതാവാകാനായിട്ടുള്ള ഒരു ഇത് പിതാവ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണമല്ലോ. അപ്പം ഞങ്ങൾ കൃപാസനത്തിൽ റാലിക്ക് പോകണം എല്ലാ വർഷവും. അപ്പോൾ തലേദിവസം ഞങ്ങളിങ്ങനെ കൂടിയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു താൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് റാലിക്ക്? ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എപ്പോൾ വരും? ഞാൻ പറഞ്ഞു അതറിയില്ല, നടന്ന് കയറണ പോലെ എല്ലാം അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ട് പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും നടന്നു വന്ന ക്ഷീണത്തിൽ നന്നായിട്ട് ഉറങ്ങണേണ് ഞാൻ. അപ്പോൾ എൻ്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് TV വെക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റില്ല, എൻ്റെ കാലൊക്കെ നല്ല വേദന ഉണ്ട്, ഞാൻ കിടക്കണേന്ന് പറഞ്ഞു. പറഞ്ഞില്ല അമ്മ എഴുന്നേറ്റൊന്ന് TV വെക്കുന്നു. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് TV വെച്ചപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ കാണുന്നത് പിതാവിനെ പുത്രനായിട്ട് അഭിഷേകം. അപ്പം ഞാൻ ഇത് അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെയും കണ്ട് ഇന്ന് രാവിലെയും എന്നെ വിളിച്ചിട്ട് ഒന്നും പറയില്ലല്ലോ. അപ്പം സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ സെറ്റിയിൽ അങ്ങനെ മാറി ചാരി ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇത് എന്താണ് ഞാനേക്കാണ് സ്വപ്നമാണ് ഇതിൻ്റെ ദൈവമേ ഞങ്ങൾക്കിതിന് ഭാഗ്യമുണ്ടെങ്കിൽ അർഹരാണോ ഇതിന് ഈശോയെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ എന്നെ വിളിച്ചു വന്നിട്ട് റീത്താം ചേച്ചി പിന്നെ TV വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ഇതാണല്ലോ കാണിക്കുന്നത്, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല, ഞങ്ങളിപ്പോൾ കാണുന്ന TV ഞാൻ കണ്ടുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കുറേയേറെ പ്രാർത്ഥനയുണ്ടെന്ന് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. എന്നാലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ എപ്പോഴും അച്ഛന് വേണ്ടി ഉണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചേക്കേണ്ടവർ. ഒരു വൈദികരുടെ പ്രാർത്ഥന ഇല്ലാത്തൊരു പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാറില്ല. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം പിന്നെ മരിച്ചുവൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കും. ഏകദേശം ഇപ്പോൾ എൻ്റെ 4 പെങ്ങന്മാരും സഹോദരിമാരൊക്കെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് 1-2 കാര്യം ഞാൻ പറയാം. അതായത് ആദ്യ കുർബാനക്കുള്ളപ്പാട് കഴിഞ്ഞ നമ്മുടെ അച്ഛൻ്റെ കഴിഞ്ഞപ്പോൾ തുടങ്ങി അപ്പച്ചി എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും. അപ്പോൾ ആ ഒരു ശീലം അപ്പച്ചി പിന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ വന്ന് പള്ളിയിൽ ഓൾഡർ വോയിസായിട്ടൊക്കെ
ചേരുകയും അതുമായിട്ട് ഭയങ്കര അടുപ്പമായി അച്ഛൻ. അടുപ്പമായി കഴിഞ്ഞ് ഏകദേശം 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. ഇവൻ ചോദിച്ചപ്പോൾ ആരാകണമെന്ന് വെച്ചപ്പോൾ എനിക്ക് അച്ഛനാകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്ക് തമാശ തോന്നിയത്. ഞാൻ പറഞ്ഞു ഇനി അച്ഛനാകാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ അടുത്തൊക്കെ ഓരോരുത്തർ അച്ഛനാകാൻ വേണ്ടി പോയിട്ട് 4 കൊല്ലം 5 കൊല്ലം തിരിച്ചൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ് അച്ഛനാകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തിരിച്ച് ഇങ്ങനെ ഒരിക്കലും പോരാൻ നിൽക്കരുത്, അത് നമുക്കത് ശരിയാവില്ല, ഭയങ്കര നാണക്കേടാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ല. എനിക്ക് വൈദികനായാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പലരും എൻ്റെ പെങ്ങന്മാരും അനിയന്മാരൊക്കെ ഇങ്ങനെ ഉപദേശങ്ങളും അച്ഛനാണെന്നുള്ള താല്പര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. 10ാം ക്ലാസ് നല്ല മാർക്കോടെയാണ് പാസ്സായത്. ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ അനിയനും 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ബാക്കി എൻ്റെ പെങ്ങന്മാരൊക്കെ എല്ലാവരും ഈ പറഞ്ഞ പോലെ 6, 7 പഠിച്ചു. പക്ഷേ പിന്നീട് ഇച്ചിരി ഇതിൽ പഠിച്ചത് ഒന്ന് റീത്താമ്മ, അവൾ 9, 10 അവൾ പഠിച്ചത്. പിന്നെ ആകെ നമ്മുടെ അച്ഛനാണ് 10ാം ക്ലാസ് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായേക്കുന്നത്. അങ്ങനെ പാസ്സായി കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ വിവാഹം കഴിച്ചേക്കണത് ഞാൻ എഴുവിണ്ടെന്നാണ്. ഇതാണ് എൻ്റെ ഭാര്യ. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഇവർക്ക് വല്യപ്പിച്ചറ, ഇയാളുടെ ഭാര്യയുടെ വല്യപ്പിച്ചറ മകൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. ഞാൻ അയാളോട് ചിന്നഞ്ചേട്ടൻ എന്ന് പറയും. ഞാൻ അയാളോട് ഈ ഒരു കാര്യം പറഞ്ഞു, ചിന്നഞ്ചേട്ടൻ ഇന്നേറെ അവന് ഇന്നേറെ അച്ഛനാണെന്നാണ് പറയണത്, നമുക്ക് എന്താണ് അതിൻ്റെ മാർഗം? അതിനെന്താണ് യൂസ് ചെയ്ത് നമുക്ക് ഒരു കാര്യം ജോപ്പിനെ ബന്ധപ്പെടാം, ജോപ്പി അച്ഛനായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ജോപ്പി അച്ഛൻ വെച്ചാണെങ്കിൽ ഇവരുടെ നമ്മുടെ റിലേഷനാണ് അച്ഛൻ. ഞങ്ങളെ കല്യാണം കഴിച്ചു തന്നേക്കുന്നത് ജോപ്പി അച്ഛനാണ്. അപ്പോൾ അങ്ങനെ പരിചയം എനിക്ക് അച്ഛനെ ഇട്ടുണ്ട്. അങ്ങനെ ചിന്നഞ്ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ ഇതിപ്പോൾ സംസാരിക്കണ ഞായറാഴ്ച, തിങ്കളാഴ്ച നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ചിന്നഞ്ചേട്ടൻ തോമ്പടി വരികയും ഞാൻ ജോലിയും കഴിഞ്ഞ് തോമ്പടി വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് അരമണ ചെന്ന് ജോപ്പച്ചനെ കണ്ട് സംസാരിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നേരെ ഇത് ഇൻ്റർവ്യൂ ഉണ്ട്, അത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിൽ വിളിച്ചു പറയുമില്ല, വൈദികനാകാൻ ആഗ്രഹമുള്ളവർ പേര് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ പേര് കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരു കൊണ്ട് പേര് കൊടുത്തത് അപ്പച്ചി ആണോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ കുഞ്ഞപ്പനാണോന്ന് എനിക്കറിയാമില്ല. 40-40 വർഷമല്ലേ, ഓർക്കണില്ല. അങ്ങനെ പേര് കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ പിള്ളേരെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യവും ശരിയാക്കി. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ സ്കൂൾ തുറന്ന പോലെ തന്നെ ഇതും ഇവിടെയും അഡ്മിഷൻ വന്നപ്പോൾ ഒരു ഞായറാഴ്ച ഞങ്ങൾ പെങ്ങന്മാരും എല്ലാവരും കൂടി അച്ഛനെ കൊണ്ട് ആ ഫോർട്ടിച്ച് മൈനർ സെമിനാറിൽ കൊണ്ടാക്കിയത്. ആക്കി കഴിഞ്ഞ് ആദ്യത്തെ വർഷം അവിടെ നിന്ന് പഠിച്ച്, 2ാമത്തെ വർഷം ഇങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ട്. പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്. ആ പ്രീ ഡിഗ്രി വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ടു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ എന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രീ ഡിഗ്രി വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ മനസ്സുകൊണ്ട് ഓർത്ത് 2 കൊല്ലം ഇവിടെ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ നീ എന്തായിരിക്കും പറയാൻ പറ്റില്ല, പിള്ളേരുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ ഫസ്റ്റും സെക്കൻഡും പ്രീ ഡിഗ്രി ഇവിടെ നിന്ന് തന്നെ പഠിച്ച് 4ാമത്തെ വർഷം ഞങ്ങൾ ഇതേപോലെ സെമിനാർ പിന്നെയും കൊണ്ടേ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ആ വഴി അങ്ങോട്ട് മംഗലപ്പുഴ സെമിനാറിലേക്ക് പോകണേ 4ാമത്തെ വർഷം അങ്ങോട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഞാനും ഭാര്യ, ചിലപ്പോൾ എൻ്റെ മകളുണ്ടാവും, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെമിനാറിൽ പോയി കാണും. ഇങ്ങനെ നല്ല ഇതൊക്കെ ആയിരുന്നു, നല്ല ഇത്. പക്ഷേ പിന്നീട് ഇപ്പോഴും എനിക്കങ്ങനെ എല്ലായിടത്തും തോന്നിയിട്ടില്ല. എന്നാലും ഇതേപോലെ ഒരു 6ാമത്തെ വർഷം 7ാമത്തെ വർഷമായിട്ട് ചെറിയൊരു മടി പോലെ വന്ന് വീട്ടിൽ വന്നിട്ട് ദൈവവിളിയെ കുറിച്ച് ആദ്യം ആരോടാണ് പറഞ്ഞത്? വൈദികനാകണം എന്നൊരു ആഗ്രഹം ആരോടാണ് പറഞ്ഞത്? അമ്മച്ചോടും തന്നെയാണ് പറഞ്ഞല്ലേ. അപ്പൊ അവര് ആ സമയത്ത് പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള പക്ഷേ എന്ത് ആൻ്റണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ 6:45 ആൾ വീട്ടിൽ റെഡിയായിട്ട് 7 മണിക്ക് സന്ധ്യപ്ര കുരിശുവര ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അത് കഴിഞ്ഞ് 8 മണിക്ക് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ കുരിശുവരക്ക് മസ്റ്റാണ്. അവിടെ വരുമ്പോൾ ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവനെ വരുമ്പോൾ ഇതിങ്ങനെ രണ്ടും ഉണ്ടാവും. രണ്ടിനെ അവിടെ തിരിച്ച് മുട്ടു തീർത്ത് കുരിശ് ആദ്യം വരപ്പിച്ചിട്ടാണ് അടുത്ത ഇത്. നമ്മ അപ്പോൾ സീനിയറല്ല, നമ്മളൊക്കെ ആരും ചോദിക്കാൻ പോയല്ല. ഇവരെ അങ്ങനെ ചാട്ടവാറിന് അടിക്കണ പോലെ മുട്ടുകുത്തി എല്ലാവരും കുരിശ് വരക്കണത്. അപ്പോൾ അങ്ങനെ ഇത് ഒരു ഇതറിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു മടി പോലെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ അപ്പം ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ജോലിക്ക് പോയി. വൈകുന്നേരം തിരുക്കുകളിൽ ജോലിയും കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആൾ വീട്ടിലില്ല. ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇല്ല, പോയി ഒരു 11 മണിയോ 12 മണിയപ്പോഴത്തെ
ആള് കെട്ടുമ്പോൾ കൊടുത്തിട്ട് പോക്കാട് പോയിട്ട് പിന്നെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അത് നല്ല ഇതായി തന്നെ പോവുകയും അങ്ങനെയാണ് കുരിത്തറ പിതാവ് ഇവരെ 4 പേരെ 2 പേരെ ജർമ്മനിലേക്ക് 2 പേരെ ഇറ്റലിയിലേക്കും പറഞ്ഞു വിടുന്നു. ശരിക്കും നമ്മുടെ ഇപ്പോൾ പുതിയ ബിഷപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ ഞാൻ എഴുതിയായിരുന്നു, ചെറുപ്പം മുതലേ പുള്ളി ഈ അച്ഛന്മാർ പുത്തമ്പളം നളിക്കണവരെയും പേടിയായിരുന്നു. ആദ്യമൊക്കെ എല്ലാ കാര്യത്തിലും പുറകോട്ടായിരുന്നു. പിന്നെ അതിന് പറഞ്ഞ പോലെ ഖുർആനക്കുള്ളപ്പോട് കൂടിയാണ് സ്റ്റേജ് മാറിയത്. അപ്പിച്ചും ഡെയിലി പള്ളിയിൽ പോണതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ മിക്കപ്പോഴും പള്ളിയിൽ പോകും. പെങ്ങാന്മാർ പ്രത്യേകിച്ച് ഞങ്ങളേലും തിരുങ്ങടി മുന്നോട്ടാണ് പെങ്ങാന്മാർ, കാരണം പള്ളിയായിട്ടൊക്കെ. അപ്പം അങ്ങനെ പോണ എന്ത് കാര്യമാണെങ്കിലും എന്നോട് ഇയാൾ പറയുമായിരുന്നു. പണ്ട് മുതൽ തന്നെ ഞങ്ങളിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വാശി എന്ന് പറഞ്ഞാൽ ഇയാളെങ്കിലും ശരിക്കും പഠിപ്പിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞങ്ങളാ ചൊവ്വന്നേരെ പഠിച്ചില്ല. അപ്പം അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു കുറവ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇയാളെ പഠിപ്പിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇയാളെ മൈൻഡ് മാറി, അച്ഛന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛന് പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പെങ്ങാന്മാർ പറഞ്ഞു ചേട്ടൻ പറഞ്ഞതെല്ലാം അതിനിടയ്ക്ക് ഉണ്ടായ സംഭവങ്ങളാണ്. അതുകൂടാണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിനും പുറത്ത് ഇയാളെ കളിക്കാൻ വിടില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉഴപ്പ് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ ചൊവ്വന്നേരെ പുറത്ത് വിടിയല്ല. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് വരെ ഇയാൾ ഞങ്ങൾ പറയാറുണ്ട്, എൻ്റെ ചൊവ്വന്നേരെ എൻ്റെ ചേട്ടന്മാർ പുറത്ത് കളിക്കാൻ പോലും വിട്ടിട്ടില്ല എന്ന് ഉള്ളത് തമാശ രീതിയിലാണെങ്കിൽ പറയുമായിരുന്നു. കൂടാതെ പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ എല്ലാ വർഷവും അമ്മിച്ചും മരിച്ചിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ആണ്ട് മടത്തിപ്പോയി കുർബാന ചൊല്ലും. ഒന്നെങ്കിൽ അപ്പിച്ചയുടെ ദിവസം, അല്ലെങ്കിൽ അപ്പിച്ച് മരിച്ച ദിവസം, അല്ലെങ്കിൽ അമ്മിച്ച് മരിച്ച ദിവസം. കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ വർഷം ഇതുപോലെ ആണ്ട് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചത്. അവിടെ വെച്ച് ഞാൻ എൻ്റെ മരുവൻ അറിഞ്ഞിങ്ങനെ ഇവിടെ അങ്കിളിന് ഒരു ചാൻസ് ഉണ്ട് കേട്ടോ പച്ചാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് എൻ്റെ പെങ്ങാന്മാരുന്ന കൂട്ടത്തിൽ അച്ഛനും ഉണ്ട്. ഞാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം അപ്പിച്ചയുടെ അമ്മിച്ചയുടെയും ആണ്ടിന് ബിഷപ്പായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അപ്പം തന്നെ പെങ്ങാമ്പരെല്ലാം പറഞ്ഞ് ആണോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനപ്പം തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് നടന്ന് ഇങ്ങോട്ട് പോകുന്നത്, വീട്ടിലോട്ട് വന്നത്. അവിടം മുതൽ ഇവിടം വരെയും ഇയാൾ എന്നോട് പറഞ്ഞ് ബിഷപ്പ് ഈ അച്ഛൻ പറഞ്ഞത് താൻ എന്തൊരു വർത്താനം പറഞ്ഞത്, തനിക്കറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ, തനിക്ക് ഞാൻ കരുതി താനെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതി, എല്ലാ കാര്യം എൻ്റെ കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ, എന്നിട്ട് താനത് പറഞ്ഞ് അവിടെ നിന്ന് ഇവിടം വരെ വഴക്ക് പറഞ്ഞാൽ വന്നത്. പുള്ളി പറഞ്ഞത് ഇവിടെ എനിക്ക് അതിന് പറ്റില്ല, കാരണം അതിനെല്ലാം യോഗ്യനുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറഞ്ഞു. അന്നത്തെ കഴിഞ്ഞിട്ട് മരുവൻ പറയും എന്നോട്, അപ്പച്ച ഒരു സെനത്ത് കാണുന്നുണ്ട്, പേര് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇയാളോട് ഞാൻ പറയില്ല, ആ കാര്യം മുണ്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ ഒന്നും പറഞ്ഞ് ജോണീച്ചനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്നത് ഞാൻ പള്ളി വെച്ചാണ് കേൾക്കുന്നത്. അവിടെ വെച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ വല്ലാത്ത ഒരു പ്രയാസവും ടെൻഷനായി. പിന്നെ കാരണം നമ്മൾ പറ്റാത്ത ഒരു ചുമതലയാണ് എടുത്തു വെക്കുന്നത്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ചുമതലയാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് തന്നെ എനിക്ക് ഒരു ഇതില്ലായിരുന്നു, ആകെ ടെൻഷനാണ്. ഇപ്പോഴും ഞങ്ങൾ പെങ്ങാമരും ഞങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയിലാണ്. അത് കഴിഞ്ഞിട്ട് 5 വെള്ളിയാഴ്ചയും ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അച്ഛൻ്റെ മെത്രാഭിഷേക ചടങ്ങിന് ഉള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും ചെയ്തു പോരുന്നത്. പിതാവിൻ്റെ 2 ചേട്ടന്മാരുടെ ഭാര്യമാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചി പറയും, ചെറുപ്പത്തിലെ അല്ലേ കെട്ടി വന്നതാണ് പിതാവിൻ്റെ വളരെ കുഞ്ഞിലെ അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 41 വർഷമായി. ഞാൻ വരുമ്പോൾ പിതാവ് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കഴിഞ്ഞ് 10ാം ക്ലാസ്സും കഴിഞ്ഞ് അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കണമെന്നും കണ്ടിട്ടില്ല. രാവിലെ പള്ളിയിലേക്ക് പോയാൽ ഒരു
കുറേ താമസിച്ചേ വരുള്ളൂ. വന്നു കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറേ ഇരുന്ന് പഠിക്കുകയുള്ളൂ. ഇത് ഇങ്ങനെ കാല് അരപ്രൈസൊക്കെ ആയിട്ട് ഇരുത്തി ഇങ്ങനെ വെച്ചുകൊണ്ടേ പഠിക്കുകയുള്ളൂ. ആ പഠനം ഒരു അരമണിക്കൂർ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടുകാരെല്ലാം വന്ന് പോണീണ് ആൾ. പോയിട്ട് ഉച്ചക്ക് വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഉടനെ പോകും. അത് കഴിഞ്ഞ് 4 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് കളിക്കാൻ പോക്ക്. അപ്പോൾ ഈ കൂട്ടുകാരെ കൂടി പോയി വൈകുന്നേരം ഒരു 6:45 മുമ്പ് പെരക്കകത്ത് കയറണം. നല്ലൊരു അപ്പച്ചനും അമ്മച്ചനെയുമാണ് എനിക്ക് കിട്ടിയത്. സഹോദരങ്ങളും എല്ലാവരും നല്ലവരായിരുന്നു, 2 അനിയന്മാരും. വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ തന്നെ ശരിയായിട്ട് വരും എല്ലാവരും. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഭയങ്കര തല്ലിപിടുത്തമായിരിക്കും. കുറച്ചൊക്കെ എൻ്റെ തലയിൽ വെക്കും രണ്ടും കൂടി. എന്നാലും അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഒന്നും കൂടി കളിക്കാനൊക്കെ പോകും ഇച്ചിരി നേരം. അപ്പോൾ കറക്റ്റ് 8 മണിക്കൊരു വിളിയുണ്ട്. ആൻറ്റോന്ന് വിളിച്ചാലില്ലേ നമ്മുടെ പെരക്കകത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി വന്ന് കൊണ്ടുപോയി പ്രാർത്ഥിച്ച്, ശരിക്കും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം, എല്ലാവരും കൂടി ഇരുന്നുള്ള ഭക്ഷണം കഴിക്കണം. അതായിരുന്നു ഇവിടുത്തെ ചിട്ട. ഞാൻ വരുമ്പോൾ അച്ഛൻ സെമിനാരിൽ പഠിക്കുവാണ്. കാരണം തീരെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കല്യാണത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. കാരണം ഇവരെൻ്റെ കല്യാണം കണ്ട് പോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞാണ് എന്നെ കെട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ സെമിനാരിയിൽ നിന്ന് എന്നെ കാണാനായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ 2 പ്രാവശ്യം വന്നിട്ട് കണ്ടില്ല, 3ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. അതിനിടയ്ക്ക് ഇവർക്ക് പൂത്തോട്ടാന്നുള്ളതൊന്നും അത്രയ്ക്ക് പിടുത്തം ഇല്ലയെന്ന് തോന്നുന്നു. ആ ഒരു പേര് ഉദ്ദേശിച്ച് ഇവർ പൂക്കാട്ടുപടി ബസ്സിൽ കയറി വേറെ എവിടെയൊക്കെയോ പോയി കറങ്ങി അങ്ങനെ തിരിച്ച് സെമിനാരി ചെയ്യുന്നത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വരുമ്പോഴാണ് എന്നെ കാണണത്. പിന്നെ ഇവിടെ വന്നിട്ട് സെമിനാരിയിൽ നിന്ന് അവധി കിട്ടുന്ന ആ ഒരു സമയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുറച്ച് നേരം വീട്ടിലിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോകും. അപ്പോൾ നിങ്ങളുടെ അങ്കിളാണ്, അങ്കിളെന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്കിൾ. അപ്പോൾ അങ്കിൾ അച്ഛനിപ്പോൾ പിതാവായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അങ്കിള് ഇപ്പം എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിൽ എനിക്ക് അങ്കിള് കൂടുതലും ഇറ്റലിയിലായിരുന്നു, പുറത്തായിരുന്നു. അങ്ങനെ ഓർമ്മകളെന്ന് പറയാനായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല. ആകെ 1 മാസത്തെ ലീവിന് വേണ്ടിയാണ് അങ്കിള് വന്നുകൊണ്ടിരുന്നത്. വരുമ്പോൾ ഒരു ഉത്സവം തന്നെയായിരുന്നു. കുറേ മിഠായി കൊണ്ടുവരും, ഞങ്ങളെ കുറേ സ്ഥലത്ത് കൊണ്ടുപോകും, സിനിമക്ക് കൊണ്ടുപോകും. അത് എല്ലാ പ്രാവശ്യം വരുമ്പോൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരെയും സിനിമക്ക് കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിള് വരുന്നത് വലിയ ഉത്സവമായിട്ടുള്ളൊരു കാര്യവും പിന്നെ പോകുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണെങ്കിലും ഇപ്പോൾ മെത്രാനായി എന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഇത് കേട്ടപ്പോൾ എല്ലാവരും പോലെ തന്നെ ആദ്യം ഒത്തിരി സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സങ്കടവും മനസ്സിലുണ്ടായിരുന്നു. കാരണം ഏതൊരു ചെറിയൊരു പരിപാടിയാണെങ്കിലും ആ ഒരു പരിപാടിക്ക് അങ്കിളില്ലാതെ ഒരു പരിപാടിയും ഞങ്ങൾ നടത്താറില്ല. ഇത് ചെറിയൊരു ബർത്ത്ഡേ ആണെങ്കിൽ പോലും അങ്കിള് ഉണ്ടാവും, ഏത് ഫംഗ്ഷൻ ആണെങ്കിലും, എല്ലാവരുടെ വീട്ടിലാണെങ്കിലും. അപ്പോൾ ഇനി അങ്ങനെ ഒരു എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടമാണ് ഉള്ളത്. എന്നാലും ദൈവം അങ്കിളിന് വേണ്ടി ആ ഒരു ദൗത്യം ഏർപ്പെടുത്തിയെങ്കിൽ അതെന്തായാലും അങ്കിള് നന്നായിട്ട് തന്നെ ചെയ്ത് തീർക്കും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ അങ്കിളെന്ന് വിളിക്കുന്നത് ഞങ്ങൾ മെത്രാനായിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇനി എന്താണ് വിളിക്കേണ്ടത്, അങ്കിളെന്ന് തന്നെയാണോ? അപ്പം അങ്കിള് പറഞ്ഞു, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കാവൂ, നീ ഒരിക്കലും മെത്രാനെന്ന് ബിഷപ്പെന്നോ അങ്ങനെയൊന്നും വിളിക്കരുത്. ഇപ്പം എങ്ങനെയാണോ ആ പേര് തന്നെ ഇനിയും അങ്കിളെന്ന് എന്നെ വിളിച്ച് തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോളാണ്, ചേച്ചിയാണ്. പക്ഷേ ഞങ്ങൾ സ്കൂൾ തൊട്ട്, എൻ്റെ സ്കൂളല്ല നഴ്സറി തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എക്സാം, ഓണം, ക്രിസ്മസ് എക്സാമൊക്കെ വരുമ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. മിക്കപ്പോഴും അച്ഛനങ്ങൾ വീട്ടിൽ വരുന്നത് കറക്റ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് റിപ്പോർട്ട് സൈനിങ്ങിന് മുമ്പ് കറക്റ്റ് എങ്ങനെ വന്നാലും വരും. അതെ, അപ്പോൾ ആ ഒരു പേടി ചെറുപ്പം പോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പിന്നെയെന്ന് വെച്ചാൽ അച്ഛനങ്ങൾ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പേടിയുള്ളതുകൊണ്ട്, കാര്യം അപ്പച്ചനും അമ്മച്ചിയും അങ്കിള് ആൻറ്റിവരൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛനങ്ങളോടുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു റൂട്ട് ക്ലിയർ ആയിരുന്നു. കാരണം മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് നമുക്ക് വീട്ടിലെ ആൾക്കാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അപ്പൂപ്പനും അമ്മമ്മക്ക് ശേഷം ഞങ്ങളുടെ കുടുംബം, ഞങ്ങളിപ്പോൾ ആൻറ്റിമാരും അപ്പച്ചനും എൻ്റെ അങ്കിളും പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഒരുമിച്ച് ഏതൊരവസ്ഥയിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് അങ്കിളാണ് ഫാമിലി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഒരു ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും
ഞങ്ങൾക്ക് ഈ ആഘോഷം അല്ലെങ്കിൽ അച്ഛനങ്ങൾ വന്നാലേ അതൊരു പൂർണ്ണതയിലേക്ക് എത്താറുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും അച്ഛനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സമയനിഷ്ഠ കൊണ്ട് ഇത് പറയുന്നില്ല. എന്നിരുന്നാലും നല്ലൊരു ഇത് ആശംസിക്കുകയാണ്. കാരണം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഒരു രൂപതയെ നയിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് കൊണ്ടുകൊണ്ട് പോകാനുള്ള ദൈവശക്തി എല്ലാം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏകദേശം 9 വർഷമായി ഞങ്ങൾ രേഷ്മയെ ഞാൻ വിവാഹം കഴിച്ചിട്ട്. ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഐക്യവും ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്കിള് ഇവരുടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനെടുക്കുന്ന എഫേർട്ട് ചെറുതല്ല. മീൻസ് ഒരു ഈ പറഞ്ഞ 9 വർഷത്തിനടക്കം ഒരു വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നീരസമോ വഴക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇവർ പറഞ്ഞ പോലെ ഇവരുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയൊക്കെ ഒരു പ്രാർത്ഥന തന്നെ. കാരണം വന്ന കാലം തൊട്ടേ ഇവരെല്ലാവരും ഓരോരുത്തരുടെ രീതിയിലാണ് കഥ പറഞ്ഞെങ്കിൽ ഈ കഥകളെല്ലാം കൂടി കൺസോളായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അങ്കിൾ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളിപ്പോൾ എനിക്ക് ഏറ്റവും ഇവരുടെ ഇഷ്ടപ്പെട്ടൊരു ഐക്യം ഇവരുടെ അപ്പൂപ്പം, അതായത് പിതാവിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തൊരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബത്തിലും ഞാൻ കണ്ട ഒരു കുടുംബത്തിലും ഞാൻ കണ്ടിട്ടില്ല. അതായത് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കണം. അതൊക്കെ അങ്കിൾ ഇപ്പോഴും അത് എത്ര തിരക്കുണ്ടെങ്കിലും മാക്സിമം അങ്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ കൊച്ചിയിലുണ്ടെങ്കിൽ അങ്കിൾ എങ്ങനെ എത്തും. അത് ഈ പറയുന്ന 9 വർഷവും ഞാൻ വളരെ വിരലുണ്ടാവുന്ന തൊട്ടൊക്കെ മുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്കിളുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും അങ്കിൾ വരുക, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എല്ലാവരും വരുമോ, മരുമക്കളൊക്കെ വരുവാന്ന് ചോദിക്കും. അപ്പോൾ അങ്കിളുടെ ആ ഒരു കരുതൽ അതെല്ലാ കുടുംബത്തിലും നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു വീട്ടിൽ ഇപ്പോൾ ഇതാണ് തറവാടെങ്കിൽ കൂടി അങ്കിൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാവരുടെ വീട്ടിലും അനിയനായിട്ടും ചേട്ടനായിട്ടും അങ്കിളായിട്ടും, അങ്കിളെന്ന് തന്നെ പറയുള്ളൂ. പിതാവിനെന്ന് വിളിക്കാൻ അങ്കിളിന് ഇഷ്ടമല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്ക് കാണുമ്പോഴും അങ്കിളെന്ന് തന്നെ മതി. ഒരാളും നമ്മൾ സ്തുതി കൊടുക്കുമ്പോൾ പോലും സാധാരണ കൂടുതൽ ബഹുമാനം കാണിച്ച അങ്കിൾ ദേഷ്യമാണ്. ഇപ്പം നിങ്ങളെങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു അത് തന്നെ അങ്കിളിനും ഇപ്പോഴും അത് ഇഷ്ടം. കാരണം ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി അത് സ്വാഭാവികമാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോഴും എല്ലാവരും അകൽച്ച പാലിക്കും. അപ്പോൾ അത് അങ്കിളിനൊരു അലട്ടുന്നൊരു പ്രശ്നമാണ്. അങ്കിൾ കുറേ സോഷ്യലായിരുന്നു. ഞാൻ കണ്ട അങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ അങ്കിൾ സോഷ്യലാണ്. ഒരാളോടും ഇപ്പോൾ അച്ഛന്മാരുടെ ഇടയിൽ പോലെയാണെങ്കിൽ പിന്നെ വലിയ ഉത്തരവാദിത്വമാണ് അച്ഛന്മാരെ നോക്കുക അല്ലെങ്കിൽ രൂപതനെ നോക്കുക എന്നുള്ളത്. അവിടെ തന്നെ അങ്കിളിനെയും അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാവരും അങ്കിളിനോട് ഒരു എന്താ പറയുക, അങ്കിൾ എല്ലാവരോടും അങ്ങനെയാണ് സോഷ്യലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹമ്പിൾനെസ് എന്ന് പറയണത് അങ്കിൾ ഉണ്ടത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരാളും കുറ്റം പറയാത്ത വിധത്തിൽ അങ്കിളിന് നല്ലൊരു സ്വഭാവമുണ്ട്. ആരെയും വെറുപ്പിക്കാറില്ല, ഒരാളോട് നീരസപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞും കേട്ടിട്ടില്ല. ചെറിയ അതൊക്കെ സ്വാഭാവികമായിട്ട് എങ്കിലും ഒരു കർക്കശമായിട്ടൊന്നും അങ്കിൾ അങ്ങനെ ചെയ്യാറില്ല. അത് അങ്കിളുടെ വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അങ്കിള് വലിയൊരു ഉത്തരവാദിത്വം ഈ രൂപതയെ നയിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപയും ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ അതൊന്നും ചോദിക്കേണ്ടി വന്നില്ല. നിങ്ങൾ പറഞ്ഞതിലെല്ലാം പിതാവിനെക്കുറിച്ച് മുഴുവനായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. എങ്കിൽ അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, ഇപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ ചേട്ടനും അനിയനും അതോടൊപ്പം തന്നെ അങ്കിളൊക്കെ രൂപതയുടെ മെത്രാനായിരിക്കുകയാണ്, കൊച്ചി രൂപതയുടെ പിതാവായിരിക്കുകയാണ്. എങ്കിലും നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പിതാവിനോട് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? എല്ലാം നല്ല കാര്യത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ അതേ വരുവുള്ളൂ അല്ലേ. വേറൊരു സോമരയം പ്രത്യേകിച്ചും എല്ലാവരോടും ആരും വഴക്കിടുന്ന ഇഷ്ടമല്ല, ഒരാളോടൊരു കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ആ ആളിനി എപ്പോഴും നല്ലത് മാത്രമേ പറയുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെന്നാൽ ഇനി പാവങ്ങളോട്, അതായത് നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു ജീവിതക്കാരാണല്ല, അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹമേ ഉണ്ടാവുള്ളൂ. ആരെയും സഹായിക്കുന്നതും എല്ലാ കാര്യത്തിലും അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് ഒരാൾ സങ്കടപ്പെട്ട് വന്നാലും ഈ കഠിനമായ മനസ്സ് വെച്ചിട്ടൊരു വാക്ക് പറയേ അങ്ങനെയൊന്നും ഉണ്ടായില്ല, സ്നേഹത്തിലേ പറയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ കർത്താവ് പറഞ്ഞത് ഈ ചെറിയവന് ഈ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞ ആ ഒരു ഭാവം അത് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പാവങ്ങളോട് കരുണയോട് ഒരു ചെറിയവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള ഈശോ പറഞ്ഞില്ലേ, അത് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പ്രായമായ അമ്മമാർ
അവരോട് ചോദിച്ച് അതായത് എത്രയോ മക്കളാണ് അപ്പനും അമ്മനെ ഉപേക്ഷിച്ച് മക്കളെ അപ്പനമ്മനെ ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുന്ന രീതിയിൽ അച്ഛൻ ശരിക്കും ഇടപെടാറുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ പ്രായമായ അമ്മമാരൊക്കെ ഈ അനാഥാലയത്തിനെ കൊണ്ടാക്കണില്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും പ്രായമായ അമ്മമാരുടെ എല്ലാ കാര്യം ചോദിച്ചറിഞ്ഞ് അവരെ സന്ധിക്കണ ഒരു സ്വഭാവ രീതിയുണ്ട്. അതുപോലെ സഹോദരിമാരോടും ഈ 2 വ്യക്തികളെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ്. കാരണം അമ്മനോടുള്ള സ്നേഹം അച്ഛന് തീരാത്തതാണ്. അപ്പനുണ്ട് അതുപോലെ ജപമാല എത്തിക്കണതും അച്ഛന് ഏറ്റവും നല്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ബഹുമാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനോടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാട്ടിപ്പറമ്പിൽ കുടുംബം ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചപ്പോൾ അവരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടുംബത്തെ അപ്പനും അമ്മയും അവരുടെ ഒരു വിശുദ്ധ ജീവിതം, അവർ മക്കളെ വളർത്തിയ ആ ജീവിതം, പിതാവിൻ്റെ അപ്പനും അമ്മയും ഈ മക്കളെല്ലാം വളർത്തിയതിൻ്റെ നന്മ ഇന്നും ഈ കുടുംബത്തിന് തലമുറകളായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത ഈ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നതും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പാവങ്ങളോട്, നേരത്തെ യേശു പറഞ്ഞ പോലെ തന്നെ പാവങ്ങളോട് കരുണയോടുകൂടി പ്രാർത്ഥനയിലേക്ക് ഈ രൂപതയെ നയിക്കാൻ പിതാവിന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഇത്ര നേരം ഞങ്ങളുമായി പങ്കുവച്ചതിനും പ്രേക്ഷകരോട് പിതാവിനെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ പങ്കുവച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.